Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Wakabi. ഞാൻ ആഷിഖ് ജോയ്. So, as usual, let us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum, de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus, debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഒക്ടോബർ മാസം മാതാവിൻ്റെ ജപമാല മാസമാണ്. ഒരു കത്തോലിക്കിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജപമാല. 1214 വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് ജപമാല നൽകുന്നത്. ഈ ജപമാല മാതാവ് നൽകിയ ശേഷം മാതാവ് തന്നെ പറഞ്ഞിട്ടുള്ള 15 പ്രോമിസസ് ഉണ്ട്. ജപമാല ചൊല്ലുന്നവർക്ക് മാതാവ് നൽകുന്ന 15 വാഗ്ദാനങ്ങൾ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോമിസാണ്, ജപമാല ചൊല്ലി മാതാവിന് സമർപ്പിക്കുന്നവർ അവരുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നുള്ള ഒരു വാഗ്ദാനം. ഇത് തെളിയിക്കുന്നതാണ് വിശുദ്ധ ലൂയിസ് ഡെ മോൺഫോർട്ട് പറയുന്ന ഒരു സംഭവം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: റോമിൽ ഒരു ഭക്തയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവർ ആത്മീയ കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അവരുടേത്. അതായത് അവരുടെ ലൈഫിൻ്റെ അവരുടെ സ്പിരിച്വൽ ലൈഫ് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ലൂയിസ് ഡെ മോൺഫോർട്ട് പറയുന്നത്, ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ആളുകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ സ്ത്രീയുടെ ജീവിതം. അത്രമാത്രം ഭക്തിയോടുള്ള ജീവിതമാണ് ഈ സ്ത്രീ നയിച്ചിരുന്നത്. ഇടവിട്ട് കുമ്പസാരിക്കും, പരിശുദ്ധ കുർബാനയ്ക്ക് പോവും. റോമിൽ നിരവധി പള്ളികളുണ്ട്. ആ പള്ളികളെല്ലാം സന്ദർശിച്ച് ആ പള്ളി എന്തിനു വേണ്ടിയിട്ടാണോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലി ഇങ്ങനെ വളരെ ഭക്തിപൂർവ്വം ആത്മീയ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് വിശുദ്ധ ലൂയിസ് ഡെ മോൺഫോർട്ട് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ സ്ത്രീ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ കുമ്പസാരക്കൂട്ടിൽ വന്നു, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു, പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു. വിശുദ്ധ ഡൊമിനിക്ക് പ്രായശ്ചിത്തമായിട്ട് ഈ സ്ത്രീക്ക് നൽകിയത് ഒരു ജപമാല ചൊല്ലുക, അത് എല്ലാ ദിവസവും ചൊല്ലണമെന്നും പറഞ്ഞു. ഇതാണ് പാപപരിഹാരമായിട്ട് നൽകിയത്. സോ ഈ സമയത്ത് മാതാവ് ഈ ഡിവോഷൻ നൽകിയ സമയമാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു കാത്തലിക് ഡിവോഷനാണ്. അപ്പോൾ ഈ സ്ത്രീ ചിന്തിച്ചു, എന്തിനാണ് എല്ലാ ദിവസവും ചൊല്ലുന്നത്? അങ്ങനെ ഒരു തവണ ചൊല്ലിയിട്ട് ഈ സ്ത്രീ അത് നിർത്തി, എല്ലാ ദിവസവും ചൊല്ലിയില്ല. അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് ആത്മീയ അനുഭൂതിയിലായി, എക്സ്റ്റസിയിലായി. അങ്ങനെ ഈ സമയത്ത് ഈ സ്ത്രീക്കൊരു ദർശനം ഉണ്ടാവുകയാണ്. ഈ സ്ത്രീ ഈശോയുടെ മുൻപിൽ, വിധികർത്താവായ ഈശോയുടെ മുൻപിൽ വിധിക്കു വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വിശുദ്ധ മിഖായേൽ മാലാഖ ഒരു ത്രാസിൽ ഈ സ്ത്രീ ചെയ്ത സകല സൽപ്രവൃത്തികളും എല്ലാ നന്മകളും ത്രാസിൻ്റെ ഒരു ഭാഗത്ത് വെച്ചു. ഈ സ്ത്രീ ചെയ്ത സകല പാപങ്ങളും ഒരു ഭാഗത്ത് വെച്ചു. ഈ പാപങ്ങൾ ഉള്ള ഭാഗം, ആ ത്രാസിൻ്റെ ഭാഗം താഴ്ന്നു. അതിനാണ് വെയിറ്റ് കൂടുതലും. ഈ സമയത്ത് ഈ സ്ത്രീ വാവിട്ട് നിലവിളിച്ച് കരയുകയാണ്. കാരണം നിത്യജീവൻ അപകടത്തിലാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ വിളിച്ച് ഈ സ്ത്രീ കരയുകയാണ്. ഈ സമയത്ത് മാതാവ് മഹത്വപൂർണമായ ഒരു ജപമാലയെടുത്ത് ത്രാസിൻ്റെ ആ നന്മകൾ വെക്കുന്ന ഭാഗത്ത് വെക്കുകയാണ്. ഉടനെ ആ ഭാഗത്തിന് വെയിറ്റ് കൂടി ഈ പാപങ്ങളുള്ള ഭാഗം മുകളിലോട്ട് പോയി. ഈ ഒരു ജപമാല എന്നത് ഈ സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ആകെ ചൊല്ലിയ ഒരൊറ്റ ജപമാലയാണ്. ആ ഒരൊറ്റ ജപമാല ഈ സ്ത്രീയെ നിത്യ മരണത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് വിശുദ്ധ ലൂയിസ് ഡെ മോൺഫോർട്ട് പറയുകയാണ്. ഇതിനുശേഷം ഈ സ്ത്രീ ഓടി വിശുദ്ധ ഡൊമിനിക്കിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. പിന്നീട് എല്ലാ ദിവസവും ജപമാല ചൊല്ലാമെന്ന് വാക്ക് നൽകി. ഇതാണ് ജപമാലയിലെ 15 വാഗ്ദാനങ്ങളിൽ ഒന്ന്. ജപമാല ഭക്തിപൂർവം ചൊല്ലി മാതാവിന് സമർപ്പിക്കുന്ന ആളുകളുടെ ആത്മാക്കൾ ഒരിക്കലും നിത്യ നരകാഗ്നിയിൽ പതിക്കില്ല എന്ന്.
അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആത്മാവ് ഒരിക്കലും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ജപമാല ചൊല്ലുക എന്നുള്ളത്. ജഡിക പാപങ്ങളെ അതിജീവിക്കാൻ ഈ ജപമാല നമ്മെ സഹായിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ജഡികമായ പ്രലോഭനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ഒരു ജപമാല നിങ്ങൾ ചൊല്ല്. പയ്യെ പയ്യെ അതിന് എണ്ണം കൂട്ടിക്കൂട്ടി കൊണ്ടുപോവാ. രാവിലെ 2 ജപമാല, വൈകിട്ട് കിടക്കാൻ നേരത്തെ 2 ജപമാല, അങ്ങനെ ഒരു സമ്പൂർണ്ണ ജപമാല നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. ദൈവം നമ്മളെ സഹായിക്കും. ലിസ്റ്റുവിലെ വിശുദ്ധ തെരേസ പറയുന്നത് ഇപ്രകാരമാണ്: ദ റോസറി ഈസ് എ ലോങ് ചെയിൻ ദാറ്റ് ലിങ്ക്സ് ഹെവൻ ആൻഡ് എർത്ത്. One end of it is in our hands and the other end is in the hands of the Holy Virgin. The rosary prayer rises like incense to the feet of the Almighty. ജപമാല ഒരു ചെയിനാണ്. അതിൻ്റെ ഇങ്ങേ തലക്കൽ നമ്മൾ പിടിച്ചിരിക്കുന്നു, അങ്ങേ തലക്കൽ മാതാവാണ്. ഇത് ഭൂമിയും സ്വർഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ തെരേസ, ലിസ്സുവിലെ വിശുദ്ധ തെരേസ പറയുന്നത്. ലിയോ 13 പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: ദ റോസറി ഈസ് ദ മോസ്റ്റ് എക്സലൻറ്റ് ഫോം ഓഫ് പ്രെയർ ആൻഡ് ദ മോസ്റ്റ് എഫിക്കേഷ്യസ് മീൻസ് ഓഫ് അറ്റൈനിങ് എറ്റേണൽ ലൈഫ്. ജപമാല ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള പ്രയറും നമ്മുടെ നിത്യ ജീവന് കാര്യക്ഷമവുമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്നാണ് ലിയോ 13 മാർപ്പാപ്പ പറയുന്നത്. അതുകൊണ്ട് ഈ ജപമാല യഥാർത്ഥത്തിൽ വചനം ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രഥമമായ വചനമാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ജപമാലയിൽ. അതുകൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ഒരു പക്ഷേ മാരക പാപം ചെയ്ത സാഹചര്യത്തിലായിരിക്കാം, ഡിപ്രഷനിലായിരിക്കാം, ടെൻഷനിലായിരിക്കാം, സ്ട്രെസ്സിലായിരിക്കാം, ഭാവിയെപ്പറ്റിയുള്ള ആകുലതകളായിരിക്കാം, എന്താണെങ്കിലും ജപമാല എടുക്കുക, ഈ നിമിഷം തന്നെ ചൊല്ലുക. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനോസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയേരിപ്പൂസ് എറ്റ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് ടു യേസൂസ് സാന്റാ മരിയ മാതർ ദേ ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബുസ് നുങ്കേ തിന്നോര മോർത്തിസ് നോസ്ത്രേ ആമേൻ. വിവ ക്രിസ്റ്റോറെ.